പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛൻ ഇന്ന് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, ഫെർട്ടിലൈസർ, വളം. ഓക്കെ ഓക്കെ, നമ്മൾ ലേറ്റ് ആക്കണ്ട അല്ലേ? ടപ്പടപ്പയെന്ന് പറയാം. അപ്പോൾ ഈ 4 ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കടലപ്പിണ്ണാക്കാണ് കേട്ടോ. കടലപ്പിണ്ണാക്ക് ഈ കൃഷി ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയുമായിരിക്കും. ഇത് നമ്മുടെ ഷുഗർ, പഞ്ചസാര. ഇതാണ് തേങ്ങാച്ചണ്ടി. പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയില്ലേ? ഓക്കെ. ഇത് പുളിവെള്ളം, ടാമറിൻഡ്. ഓക്കെ ഓക്കെ. ഈ 4 ഐറ്റം മാത്രം മതി. ഇത് 4 ഐറ്റം നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടും. അതെ, പിന്നെ കിട്ടാൻ ചാൻസ് കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലപ്പിണ്ണൊക്കെ ഉള്ളൂ. അത് പിന്നെ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. പക്ഷെ എന്തായാലും കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീട്ടിലുണ്ടാവും. ഓക്കെ, അപ്പം ഉണ്ടാക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഈ 4നെയും എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് 2 ലിറ്റർ വെള്ളം ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമുണ്ട്. ഈ 2 ലിറ്റർ വെള്ളത്തിൽ ഈ 4 ഐറ്റംസ് ഞാൻ അതിലേക്ക് ഫസ്റ്റ് ചെയ്യും. ഓക്കെ, 3 ഡേയ്സ് വെക്കണം. 3 ഡേയ്സ് നല്ല ഫെർമെന്റേഷൻ വേണം കേട്ടോ. ഓക്കെ ഓക്കെ. 3 ഡേയ്സ് വെച്ചതിന് ശേഷമേ ഇത് നമ്മൾ 1:3 റേഷ്യോയില് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇവനെ നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യാം അല്ലേ? 3 ദിവസം നിർബന്ധമായിട്ട് മാറ്റി വെക്കണം. 3 ദിവസം മാറ്റി വെച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ. അത് അപ്പോൾ ആ സമയത്ത് ഡൈല്യൂട്ട് ചെയ്യണോ? 3 ഡേയ്സ് 1:3 1:3 ഡൈല്യൂട്ട് ചെയ്യും. 6 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ ബക്കറ്റ് മൊത്തം ഉണ്ടാവും. അത്യാവശ്യം നമുക്ക് കൂട്ടണം എന്ന് കരുതിയാൽ കുറേ ഐറ്റംസ് കൂട്ടിയാൽ മതി. ഓക്കെ ഓക്കെ. ഇതൊരു 50 ഗ്രാമും കൂടി ഇല്ല. ഓക്കെ ഓക്കെ. നമ്മുടെ കടലപ്പിണ്ണാക്ക് അനുസരിച്ച് കൂട്ടി കൊടുത്താൽ മാത്രം മതി. ഇതെല്ലാം കൂടി കമ്പൈൻ ആവുമ്പോൾ നല്ലൊരു ഇത് 2 ടീസ്പൂൺ പഞ്ചസാര ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ്. പുളിവെള്ളം ഇത് ചേർക്കുക. ഇത് വെക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങളല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ. ഈ തേങ്ങാച്ചണ്ടി ഉണ്ടല്ലോ, നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ സപ്പോസ് സ്ഥലത്ത് ഒരു ദിവസം ഇല്ല എങ്കിൽ ഇതൊരു സ്പോഞ്ചിന്റെ മാതിരി പ്രവർത്തിക്കും. അതായത് നമ്മൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത വെള്ളത്തെ അവൻ സക്ക് ചെയ്ത് വെക്കും. ഒരു വെള്ളം ഇല്ലാത്ത ഒരു സംഭവം അതിനുണ്ടാക്കി തീർക്കില്ല. എപ്പോഴും ഇങ്ങനെ നനഞ്ഞിരിക്കൂലേ മണ്ണ്? ഉണ്ടാവും. അത് കൊള്ളാലോ. തേങ്ങാച്ചണ്ടി കൊടുക്കും, വെള്ളത്തെ ഒബ്സർവ് ചെയ്യും. പിന്നെ ന്യൂട്രിയൻസും ഉണ്ടാവും. കുറച്ച് വീർക്കുകയും ചെയ്യും. ചെടികൾക്ക് വേണ്ട നല്ല സംഭവമാണ്. അത് ശരി. ആക്ഷൻ ഒരിക്കലും വരില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും ആ പോയിന്റ് ഒന്ന് നോട്ട്. അത് ശരി. പിന്നെ കടലപ്പിണ്ണാക്ക്, പുളിവെള്ളം. ഇത് നമ്മൾ ഈ 4 ഐറ്റം കൊടുക്കുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചെറിയൊരു ബോധം വേണം. എന്തൊക്കെയാണ്? ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പിന്നെ അയൺ. ഈ 4 ഐറ്റത്തിൽ കലവറയാണ് ഈ 3 സംഭവങ്ങൾ. അപ്പോൾ ഈ തേങ്ങാച്ചണ്ടി നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. തേങ്ങാച്ചണ്ടി നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ സപ്പോസ് ഒരു ദിവസം ഒരു സ്ഥലത്ത് വീട്ടിലില്ല എന്ന് വെച്ചാൽ അതിന് വെള്ളം നനച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തേങ്ങാച്ചണ്ടി ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ 4 സംഭവങ്ങളും ചെടികൾക്ക് കാര്യമായിട്ട് എന്താ വെച്ചാൽ ഇത് വേരുകൾക്ക് ശക്തി കൊടുക്കുന്നു. പിന്നെ മണ്ണിന്റെ ഘടനയെ ഇത് നന്നായിട്ട് സഹായിക്കുന്നു നല്ല രീതിയിൽ. അത് ശരി. ഈ 2 കാര്യങ്ങളെ കൊണ്ടും ചെടികൾക്ക് ഒരു ദോഷവും വരില്ല. നല്ല രീതിയിൽ ഇതിനെ അപ്ലൈ ചെയ്യാനൊന്നും പറ്റൂല്ലേ? മാത്രം മതി. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചപ്പ് കൂടാനുള്ള ഒരു പ്രവണത, അതായത് ഫോട്ടോസിന്തസിസ്, ഇത് കൂട്ടുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലാവും നമ്മൾ ആ ഗ്രീൻ കളറായിട്ട് വരുന്ന ലീഫൊക്കെ നല്ലൊരു ഗ്രോത്ത് കിട്ടും. അത് ശരി. അപ്പൊ അത് മറക്കണ്ട. നമ്മൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് അത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതെല്ലാം കൂടി വെള്ളത്തിലില്ല. പുളിവെള്ളം, ഇത് തേങ്ങാച്ചണ്ടിയാണ്. ഓക്കെ. ഇത് പഞ്ചസാര 2 ടീസ്പൂൺ പഞ്ചസാര ഉണ്ട് കേട്ടോ. ഇത് കടലപ്പിണ്ണാക്ക്. ഓക്കെ. ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടാം, കുഴപ്പമില്ല അല്ലേ? ഓക്കെ. വലിയ കൃഷിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അളവ് കൂട്ടാം, ഉപയോഗിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സാധനം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ. അതെ, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നതല്ല. നിങ്ങൾക്ക് കൃഷി അത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ചെടികൾ അതെ
പുളിവെള്ളമായാലും ഇതൊക്കെ ചെടികൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അത് ശരി. അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ആക്ഷൻ വരുന്നില്ല. റിക്കവറി റേഷ്യോയിൽ ഇതിനെ നമ്മൾ ഇത് വെള്ളം കൂട്ടിയാൽ മാത്രം മതി. 1:3 റേഷ്യോയിൽ കൂടി നമ്മൾ എല്ലാ ചെടികളുടെ താഴെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വളം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേഷൻ ആയി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ ഈ സാധനം ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ തോട്ടമാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.